ആ പെണ്ണ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നൊക്കെ അതുപോലെ തന്നെ പറഞ്ഞേക്കണം. തെറ്റിച്ച കൊന്നുകളെ. ചെല്ലി ചെല്ലി ചെല്ലി. എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്താ അതൊരു സുഖമില്ലാത്തൊരു ചോദ്യം. കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്തുകൊണ്ട്? ഒരു സംശയം വന്നു ഇവിടെ. ഇങ്ങനെ എന്തായിരിക്കും ഈ കാളരാഗം എന്നുള്ളത്? ചോദ്യത്തിന്റെ മുകളിൽ ചോദ്യം ചോദിക്കുന്നു. നീ കൊള്ളാല. നീ നല്ലൊരു ആങ്കറാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. ആരാധകരെ കണ്ട വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അയ്യോ, അതിനൊക്കെ ചൂടാവണെന്തിന്? ക്ഷണക്കത്ത് തൊട്ട് ഈ മനുഷ്യൻ ഇവിടെ ഉണ്ട്. അതിനൊന്നും ഇല്ലേ? പുള്ളിയോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നീ വിട്ടിച്ചാൻ ചോദിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെടില്ല. ഞാൻ ഉണ്ടാക്കണം തിന്നാ, പക്ഷെ എന്റെ മുഖം കണ്ടൂടാ. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബ കലക്കി. നീ തമാശ പറയാനാക്കി ഓക്കെ, ഞാൻ തമാശ എനിക്ക് കുറെ ഇഷ്ടം. കേൾക്കണം. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. ഒരാൾ മുമ്പ് ഇരിക്കുന്ന എന്ത് പണ്ടത്തിന് ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ ചോദിക്കരുത്. കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിർത്തി അവമാനിക്കുവാണ്. ഇപ്പൊ നിന്റെ വായന എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യരുത്. പറഞ്ഞ നീ ഒരു നല്ല ആങ്കറാണ്, ഒരുമാതിരി മഹാബോറാത്. ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കാൻ പറ്റുക? തമിഴിലും കന്നഡത്തിലും എന്തെങ്കിലും അഭിനയിക്കേണ്ടല്ലേ? പോട്ടെ, അല്ലെ നീ ഞാനെന്ത് പറയാൻ? ഞാൻ ആരേട്ടാ കരയായിരുന്നു കേട്ടോ ഞാൻ. പാർവതി എന്റെ ഉള്ളൊന്നും ഒന്നും കെട്ടില്ല. ഇതെന്ത് കാര്യം? ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ നീ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറോട് ഓരോ ഐഡിയ. അയ്യോ മക്കളെ കരയല്ലേടാ. ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന. എടാ ഇന്ന് ഏപ്രിൽ 1 ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഒരു ഏപ്രിൽ ഫൂളാക്കാൻ ശ്രമിച്ചത്. എന്തിനാണ് വെറുതെ ആ പെണ്ണിനെ പറ്റിച്ചത്? പാവം കുട്ടി. നിങ്ങള് രണ്ടുപേരും ഞാൻ മോണ്ണനാന്ന് വിചാരിക്കുന്നത്. ആദ്യം ആ മൂക്കള തുടക്കി. നല്ല തമാശക്കാരനാണല്ലേ? അല്ല, അതിപ്പോ സഹിക്കണില്ല. എന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ചില കറുത്ത കൈകളുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അവൾ മുത്തല്ലേ ബേബി ചേട്ടാ? മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞ സത്യ. ഇഷ്ടപ്പെട്ടോ? നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇങ്ങനെ ഒരു മാറ്റമില്ലല്ലോ ഇതിന്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ പോവാ. താനെന്നെക്കാളും വലിയ തോൽവിയായിരുന്നല്ലേ. സോറി ട്ടാ മുത്തേ. ഒരു ഒറ്റ ഇടിയ വെച്ചുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഇത് ജാക്കി ചാന്റെ പെങ്ങളാ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.